നമ്മൾ ഈ ഒരു വ്യൂ കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇത് ബുക്ക് ചെയ്തേക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം, അല്ലെങ്കിൽ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാം എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കാട്ടരുവി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറുമ്പം കാണുന്ന ഒരു വ്യൂ ആണിത്. 3380 ഫീറ്റ്. വയനാട് ചുരം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വയനാട് ചുരം, വയനാട്ടിലോട്ട് പോകാനുള്ള ചുരമേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കോഴിക്കോട് ജില്ലയിലാണ്. എർത്ത് റൂം എന്നുള്ള പേരിനെ സാധൂകരിക്കുന്ന രീതിയിൽ മൊത്തം മഡിൻ്റെ ഒരു സെറ്റപ്പിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഒളിയുദ്ധം നടത്തിയിരുന്ന സമയത്ത് വയനാട്ടിലെ പല ഗുഹകളിലൊക്കെ ആയിട്ട് ഒളിച്ചിരുന്നതിൽ ഒരെണ്ണമാണിതെന്ന് സംശയിക്കപ്പെടുന്നു എന്നാണ് ഇവിടുത്തെ ബോർഡ് കേട്ടോ. തണുപ്പുണ്ടോ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ വയനാട്ടിലാണ് കേട്ടോ. വയനാട് ഒരു ബാണാസുര ഹിൽ റിസോർട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ്. കുറേ കാലം കൂടി നമ്മളൊരു ഫാമിലി ട്രിപ്പാണ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിലൊരു പ്രത്യേകത ഉണ്ട്. ഇതിന് മുന്നത്തെ ട്രിപ്പിലൊക്കെ നമ്മൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ നമ്മൾ 5 പേരുണ്ട്. ഇതാണ് നമ്മുടെ 5ാമത്തെ ആൾ. അപ്പം പുള്ളിനെ ഈ വീഡിയോ വഴി നമ്മൾ പരിചയപ്പെടുത്തുകയും കൂടിയാണ്. ഡോട്ട് ഗ്രീനിലെ പുതിയ മെമ്പറാണ് കേട്ടോ. അപ്പോൾ പേരിട്ടില്ല, പേരിട്ട ശേഷം പേരും കാര്യങ്ങളൊക്കെ അറിയിക്കാതെ. കണ്ടോ റിസോർട്ടിൻ്റെ ഒരു വ്യൂ ഉണ്ടോ? നമ്മൾ ഈ ഒരു വ്യൂ കണ്ടിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഇത് ബുക്ക് ചെയ്തേക്കുന്നത്. നേരെ നമ്മുടെ ബാണാസുര ഹില്ലിൻ്റെ നേരെ കീഴാട്ടോ ഇരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് മലനിരകളാണ്. അപ്പം ലൈറ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് ലൈറ്റ് ആ ഭാഗത്തായതുകൊണ്ട് കുറച്ച് മങ്ങി നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് രാവിലെ കുടമഞ്ഞ് കയറിയിട്ടില്ലെങ്കിൽ ഇതിരിക്കുന്നതിൻ്റെ കറക്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാമേ. അപ്പം നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് എർത്ത് റൂമാണ്. എർത്ത് റൂം എന്ന് പറഞ്ഞൊരു കാറ്റഗറി കേട്ടോ. അപ്പോൾ നമ്മുടെ റൂം ഇതാണ്. റൂമൊക്കെ കാണിച്ചു തരാം. നമുക്ക് നല്ല വിശാലമായിട്ടുള്ള വലിയൊരു റൂം. മൊത്തം ഇവർ ഒരു എർത്ത് റൂം എന്നുള്ള പേരിനെ സാധൂകരിക്കുന്ന രീതിയിൽ മൊത്തം മഡിൻ്റെ ഒരു സെറ്റപ്പിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഭയങ്കര വലിയൊരു റൂമാണ്. ഒത്തിരി സ്പേഷ്യസ് ആണ്. ഇവിടെ TVയും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മുടെ വിൻഡോയിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് പുറകിലത്തേക്കുള്ളൊരു ചെറിയ പ്ലാന്റേഷൻ സെറ്റപ്പിലുള്ളൊരു സംഭവമാണ്. ഈ ഒരെണ്ണം വെള്ളത്തിൽ ചാടിപ്പോയി. നമുക്ക് ഇവിടെ ഒരു ചെറിയ കുളം പോലെ ഒരു സെറ്റപ്പ് ഉണ്ടേ. എനിക്കൊന്നൊരു നാച്ചുറൽ പോണ്ട് പോലെയുണ്ട് സംഭവം കണ്ടിട്ട്. അതിനകത്ത് അപ്പുറത്തെ താറാവും അതുപോലെ നടുക്ക് ആമയൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ഔട്ട്ഡോർ ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ ഉണ്ടേ. അതുപോലെ ഇതേ ഒരു ചെറിയ കിഡ്സ് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ഇവിടുത്തെ പൂളാണ്. കിഡ്സിന് സെപ്പറേറ്റ് ആയിട്ട് 1.5 അടി താഴ്ചയുള്ളൊരു പൂളും ഇവിടെ മൊത്തത്തിൽ 4 അടി ഹൈറ്റുള്ള വലിയ പൂളും ഉണ്ട് കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് പൂളിലൊക്കെ ചാടാം. നമ്മുടെ റൂമിൻ്റെ അവിടുന്ന് കുറച്ചും ഇങ്ങോട്ട് മാറിയിട്ടാട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. എനിക്ക് ശരിക്കും വിശാലമായിട്ടുള്ളൊരു വലിയ റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ലഞ്ച് വന്നു. നമ്മൾ ലഞ്ച് ഇവിടെ വന്നിട്ടാണ് ഓർഡർ ചെയ്തത്. നേരത്തെ ചെക്ക് ഇൻ ചെയ്തതുകൊണ്ട് ഇവിടെ പോയാലും നമ്മുടെ ആസ്ഥാന ചിക്കൻ ബിരിയാണി അതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തതുകൊണ്ടാണ് കേട്ടോ. വേറെ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫ്രൈഡ് റൈസും നൂഡിൽസും ഒക്കെ ആയിട്ട്. എനിക്കിവിടെ ഇഷ്ടം പോലെ സ്ഥലമാണ് ഇറങ്ങി നടക്കാനും ഒക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റേഷനാണോ, കുറേ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇൻഡോർ ഗെയിംസിൻ്റെ ഒരു ഏരിയയും കൂടി ഉണ്ട് കേട്ടോ. അത്യാവശ്യം ടേബിൾ ടെന്നീസും ക്യാരംസും ചെസ്സും ഒക്കെ ആയിട്ട് അത്യാവശ്യം സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇവിടെ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ? നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടെ സ്വിമ്മിംഗ് പൂളിലോട്ട് പോകണേ. അപ്പോൾ ഇവിടെ കിഡ്സ് പൂൾ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ട് പിള്ളേരെയൊക്കെ കിഡ്സ് പൂളിലൊക്കെ ഒന്ന് ചാടിക്കാം. നമ്മുടെ കൂടെ എർത്ത് റൂംസ് അല്ലാതെ ഇവിടെ ഇതുപോലത്തെ കോട്ടേജസും ഉണ്ട് കേട്ടോ. ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കോട്ടേജസും കൂടി ഇവിടെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഈ മുന്നേ കാണിച്ച ഒരു ലേക്കില്ലേ, ഈ ലേക്ക് വ്യൂ ആയിട്ട് ബന്ധപ്പെട്ടൊരു ഈ ലേക്ക് വ്യൂ കിട്ടുന്ന ഒരു കോട്ടേജ്. അതുപോലെ വേറെ കുറേ കോട്ടേജസ് ഈ പ്രോപ്പർട്ടിയിൽ അവിടെ എവിടെയൊക്കെ ഉണ്ട്. ഇതൊരു വലിയ പ്രോപ്പർട്ടിയാണ്. ഒത്തിരി സ്ഥലമുണ്ട്, ഏരിയ ഉണ്ട്. തണുപ്പുണ്ടോ?
നല്ല തണുപ്പ്. നമ്മൾ റിസോർട്ടിൽ നിന്നേ അതിലെ ഒരു റൗണ്ടൊക്കെ നടന്ന് കറങ്ങി കണ്ട ശേഷം പ്ലാന്റേഷൻ വാക്കിന് ഇറങ്ങിയതാണേ. അപ്പോൾ ഇവരുടെ തന്നെ ഒരു പ്ലാന്റേഷനാണ്, കോഫിയും അതുപോലെ ടീ പ്ലാന്റേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലെ ഒരു റൗണ്ട് നടന്ന് താഴെ ഒരു സ്ട്രീമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. നമ്മളിത് കോഫി പ്ലാന്റേഷൻ്റെ അടുത്ത് നേരെ നടന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതേ ടീ പ്ലാന്റേഷൻ അതോട്ടാണ്. അതുകൊണ്ടോ ഇതിലെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങ് താഴ്ഭാഗത്താണെന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ സ്ട്രീം ഉള്ളത്. നമുക്കതിൽ കുറച്ച് ദൂരം നടന്നു നോക്കാം. നമ്മുടെ ഇവിടെ ഒരു ഗൈഡ് ഉണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഒറ്റയ്ക്ക് പോകണ്ട, ഇവിടുന്ന് റിസോർട്ടിൽ നിന്ന് ഗൈഡ് വരും. അപ്പം പുള്ളി പുറകെ ഉണ്ട്. അപ്പം പുള്ളി അവിടെ ഒരാളെയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ മുന്നോട്ട് നടന്നതാണ്. നമുക്ക് നല്ല ഭംഗിയുള്ളൊരു തേയിലത്തോട്ടം. ഇതിലെ കുറച്ചും കൂടെ നടന്ന് വരുമ്പോഴത്തേക്കും ഈ ഭാഗത്തുനിന്ന് താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരെ പോയിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് പോയിട്ടുണ്ടെങ്കിൽ സ്ട്രീമുണ്ട്. താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ടീ ഗാർഡനും അതുപോലെ ഒരു കേവും ഒക്കെ ഉണ്ടെന്നാണ് ഇവർ എഴുതി വെച്ചേക്കണത്. നമുക്ക് കേവ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയി നോക്കാം ഇരുട്ടാവുന്നതിന് മുന്നേ. ഇത് നമ്മൾ ആ തേയിലത്തോട്ടത്തിൽ കൂടെ മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇത് ഇവിടെയാണ് കേട്ടോ കേവ്. ഇത് താഴെ ഉണ്ടോ. ഇതിനകത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏതായാലും ഗൈഡ് വന്നിട്ട് പോകാം. മൊത്തത്തിൽ ഇരുട്ടൊക്കെ ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്, അതുകൊണ്ട് പോയി കയറി കൊടുക്കണ്ട. എനിക്കിവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ. പണ്ട് പഴശ്ശിരാജ ഒളിയുദ്ധം നടത്തിയിരുന്ന സമയത്ത് വയനാട്ടിലെ പല ഗുഹകളിലൊക്കെ ആയിട്ട് ഒളിച്ചിരുന്നതിൽ ഒരെണ്ണമാണിതെന്ന് സംശയിക്കപ്പെടുന്നു എന്നാണ് ഇവിടുത്തെ ബോർഡ് കേട്ടോ. നമ്മുടെ പ്ലാന്റേഷൻ വർക്ക് പുരോഗമിക്കുകയാണ്. ഗുഹയൊക്കെ കണ്ടിട്ട് നമ്മൾ ഉള്ളിലേക്ക് കയറുവാണേ. വേറെ ഒരു 2-3 പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ നടന്ന് നമ്മുടെ സ്ട്രീമിലെത്തി കേട്ടോ. ഒരു പക്ക കാട്ടരുവി. ഓക്കെ, കാട്ടരുവി എന്ന് പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പുറകിൽ ബാണാസുര മലയിൽ നിന്ന് ഒഴുകി വരുന്ന ആവാനാണ് സാധ്യത കേട്ടോ. അതിലും കൊള്ളാമേ. അപ്പോൾ ഇതാകട്ടെ നമ്മുടെ തോട്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കാട്ടരുവി എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മുടെ കൂടെ വന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിലിറങ്ങി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനും വെള്ളത്തിലിറങ്ങി ഒന്ന് മുഖമൊക്കെ കഴുകി തിരിച്ച് കയറുവാട്ടോ. ഇതാകട്ടെ നമ്മുടെ കൂടെ വന്ന ഗൈഡ്. ഇനി ഏതായാലും ഇവരിവിടെ കളിക്കട്ടെ, ഞാൻ തിരിച്ച് മുകളിലേക്ക് കയറുവാണേ. അപ്പോൾ നമ്മൾ പ്ലാന്റേഷൻ വാക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് കയറി പോവാണേ. അപ്പോൾ അവിടെ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോയി ചായയൊക്കെ കുടിക്കാം. നമ്മൾ കാട്ടിക്കൂടെ ട്രക്കിംഗ് ഒക്കെ പോകുന്നതുകൊണ്ട് ഈ ഒരു പ്ലാന്റേഷൻ വാക്ക് അത്ര ഹെവി എക്സ്പീരിയൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, വെറുതെ ഒന്ന് നടക്കാം തേയിലത്തോട്ടത്തിനകത്തൂടെ. അതുപോലെ താഴെ ഒരു ചെറിയ അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് നല്ല കയറിപ്പോരാം. നോക്കി എന്നെ ഒരു ആംബിയൻസിലാണ് സാധനം ഇരിക്കുന്നതൊക്കെ. ഒരു മഡ് ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. മഡ് ഹൗസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മഡ് ക്യാസിലെന്നോ ഒക്കെ വേണമെങ്കിലേ വിളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. വലിയൊരു കൊട്ടാരം പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ് മണ്ണിനകത്ത്. അതും നേരെ ബാണാസുര ഹിൽസിൻ്റെ താഴെ. ഓ സൂപ്പർ. നമ്മൾ ഒരു പ്ലാന്റേഷൻ വാക്കൊക്കെ കഴിഞ്ഞ് ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ റെസ്റ്റ് ചെയ്യുമായിരുന്നേ. വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. നല്ല മഴക്കാറുണ്ട്. വേറെ മഴ പെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ വേറെ പരിപാടികളൊന്നും പ്ലാനില്ല കേട്ടോ. ഡിന്നർ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യുക. നാളെ രാവിലെ എണീറ്റ് വയനാടൊക്കെ ഒന്ന് കറങ്ങുക, അതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിന്നർ വന്നേ. ഇതേ തവ പൊറാട്ടയും ചില്ലി ചിക്കനും അതുപോലെ ചിക്കൻ 65 ആണേ. അപ്പോൾ ചെറിയൊരു ഡിന്നർ. ഇപ്പോൾ ഡിന്നർ കഴിഞ്ഞ് നമുക്ക് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് വയനാട് കറങ്ങാൻ പോകാനുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാം. ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മളൊരു അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഈ ഇവരുടെ പ്രോപ്പർട്ടിക്ക് അകത്തൂടെയൊക്കെ നടക്കുവാണ്. ഇവിടെ ഒരു ചെറിയ നാച്ചുറൽ വോക്കും 1-2 കുഞ്ഞു വ്യൂ പോയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതിനകത്ത് തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഇതുണ്ട്, ഇവിടെ നടക്കുന്ന വഴിയിലെല്ലാം ഇതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പം എലഫൻറ്റ് റോക്കും അതുപോലെ നേച്ചർ ട്രെയിലൊക്കെ ഒന്ന് എടുത്തിട്ട് വരാമേ. ഇന്നലെ നമ്മൾ ആമയെ കണ്ട സ്ഥലത്ത് നീർക്കാക്കിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ താഴെ ബോർഡിൽ കണ്ട എലഫൻറ്റ് റോക്ക്. ഞാൻ കിടക്കുന്ന പോലെ ഇല്ലേ, അതുകൊണ്ടായിരിക്കും എനിക്കവർ അങ്ങനെ ഒരു പേര് വന്നതേ.
പോലെ കുരങ്ങന്മാരും പക്ഷികളും ഒക്കെ ഉണ്ട്. വേറെ ഒന്നും കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ രാവിലെ എണീറ്റ് ആരെയും ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ നേരെ ഇവിടെ ഇതിലേ കണ്ടതിനകത്തൂടെ കണ്ട വഴികളിലൂടെയൊക്കെ ഇങ്ങ് പോരുക ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറുമ്പം കാണുന്നൊരു വ്യൂ ആണിത്. 3380 ഫീറ്റ് എബോവ് സീ ലെവലാണെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ബാണാസുര മലയുടെ ഒരു വ്യൂ ഇവിടുന്ന് കിട്ടും കേട്ടോ. നമ്മൾ നല്ല ഹൈറ്റിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് കയറണമെങ്കിൽ കാടയുള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇവിടെ. ഇത് ഇവിടെ കയറി വന്നാൽ നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. ഒരു 360 ഡിഗ്രി വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രക്കിംഗ് ചെയ്ത ഒരു കൊച്ചു ട്രക്കിംഗ് ചെയ്ത ഒരു ഫീല്. നമ്മൾ അങ്ങോട്ട് കയറിയ വഴിയല്ല, തിരിച്ചതേ ഇത് ഇപ്പുറത്തൂടെ വേറൊരു റൂട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്തിരി ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് പിന്നെ പക്ഷികളുടെ സൗണ്ടുമൊക്കെ കേട്ട് ഒന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ചെറിയ നേച്ചർ ട്രെയിൽ. നമുക്ക് തന്നെ ഇറങ്ങി നടന്ന് പോരാവുന്നേ ഉള്ളൂ. അതല്ല അവിടുന്ന് ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ അവർ ഗൈഡിനെ വിടുകയും ചെയ്യും കേട്ടോ. നമ്മുടെ നേച്ചർ വാക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രോപ്പർട്ടിയിലൂടെ തിരിച്ചെത്തിയ റിസോർട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ. ഇനിയിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. ഇത് അപ്പവും വെജ് സ്റ്റൂവും അതുപോലെ ഒണിയൻ പൊറോട്ട, കോൺഫ്ലെക്സ്, അതല്ലെങ്കിൽ നമ്മുടെ കോണ്ടിനെൻ്റൽ സ്റ്റൈൽ, പിന്നെ നമ്മുടെ കോണ്ടിനെൻ്റൽ സ്റ്റൈൽ ജ്യൂസും ബ്രെഡ് ബട്ടറും ജാം ബട്ടറും. ഇത് ഇതാ കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞ വ്യൂ. ഇന്നലെ നമ്മൾ വന്നപ്പോഴത്തേക്കും ഫുള്ള് ചെറിയ മൂടൽ കാരണം മങ്ങി കിടക്കുമല്ലായിരുന്നു. നോക്ക്, രാവിലെ മഞ്ഞൊന്ന് ക്ലിയർ ആയപ്പോഴത്തെ വ്യൂ കേട്ടോ. നല്ല രസമില്ലേ? ഇത് കേട്ടോ നമ്മുടെ ബാണാസുര സാഗർ ഡാമിലെ ബോട്ടിംഗ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ബാണാസുര ഡാമിൻ്റെ അവിടെ എത്തി. അവിടുന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നെങ്കിൽ നടന്ന് വരാം, അതല്ലെങ്കിൽ 25 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷട്ടിൽ സർവീസ് ഉണ്ട്. ചെറിയ വാനിലെ ട്രാവലറിൽ ഷട്ടിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി വരാം. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് 25 രൂപ പെർ ഹെഡ്. അതല്ലെങ്കിൽ ഡാമിലേക്ക് കയറാനുള്ള ടിക്കറ്റ് അഡൽട്ട് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 20 രൂപ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം, അല്ലെങ്കിൽ ഏഷ്യയിലെ 2ാമത്തെ വലിയ എർത്ത് ഡാം എന്നാണ് പറയുന്നത് കേട്ടോ ബാണാസുര. അപ്പം എർത്ത് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, മണ്ണും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, കോൺക്രീറ്റ് ഉപയോഗിക്കാതെ. എനിക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. ചുറ്റും ബാണാസുര മലനിരകളും ഒക്കെ ആയിട്ട് നല്ല കിടിലൻ ഭംഗിയാണ് ഇവിടെ. ഇതിനകത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ടും സാധാ ബോട്ടും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു എർത്ത് ഡാമാണ്. ഇതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഉണ്ടോ, മണ്ണും കൊണ്ട് ഇങ്ങനെയാണ് നിർമ്മിച്ചേക്കുന്നത്. സാധാരണ ഡാമുകളുടെ ഷട്ടറൊക്കെ വരുന്ന ഏരിയയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഒരു ഭാഗം ഇതിന് ഷട്ടറില്ല, എർത്ത് ഡാം ആയതുകൊണ്ട് തന്നെ. അറ്റ്ലീസ്റ്റ് ഈ ഭാഗത്തില്ല കേട്ടോ. ഉണ്ട്, ഇങ്ങോട്ടേക്ക് അങ്ങനെ സ്റ്റീപ്പല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് എർത്ത് ഡാം. കല്ലിട്ടിട്ട് ഈ സൈഡ് ഇങ്ങനെ സ്ലോപ്പ് പോലെ ആക്കി എടുത്തേക്കാണ്. മറ്റേ സൈഡും അതുപോലെ തന്നെ മണ്ണും കല്ലും ഇട്ടിട്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിലും ബാണാസുര ഹിൽസ്.
ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ, വേണ്ടവർക്ക് ഈ സിപ്പ് ലൈനിങ് യൂസ് ചെയ്യാം. ഡാമിൻ്റെ ഈ താഴത്തെ സൈഡിൽ കൂടെ സിപ്പ് ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടൊരു ചെറിയ ചിൽഡ്രൻസ് പ്ലേ ഏരിയ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. മെയിൻ്റനൻസ് ഒന്നും വലിയ കാര്യമായിട്ടില്ലാതെ കിടക്കുകയാണ്, എന്നാലും അത്യാവശ്യം റൈഡുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. നമ്മളിങ്ങനെ വയനാട് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണേ. നമ്മൾ വയനാടിനോട് മെല്ലെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. വയനാട് ചുരം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വയനാട് ചുരം, വയനാട്ടിലോട്ട് പോകാനുള്ള ചുരമേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കോഴിക്കോട് ജില്ലയിലാണ്. നമ്മൾ ചുരം ഇറങ്ങി ഓൾമോസ്റ്റ് പകുതിയായി. അപ്പം നമ്മുടെ ഈ കൊച്ചു ഫാമിലി ട്രിപ്പ് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക. അതുപോലെ ഒരുപാട് ഫാമിലി ട്രിപ്പ് വീഡിയോസും വൈൽഡ് ലൈഫ് ട്രക്കിംഗ് അല്ലെങ്കിൽ ഫോറസ്റ്റ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.